ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെൻസ് എന്ന ഭാഗത്തിൽ നിന്നാണ്. ടെൻസ് പ്രധാനമായിട്ട് മൂന്നെണ്ണായി തിരിച്ചിട്ടുണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ വർത്തമാനകാലം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഭൂതകാലം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ നാളെ, ഭാവി കാലം. ഇതിനെ ഈ മൂന്ന് ടെൻസുകളെയും വീണ്ടും നാലായി തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ നാല് ഘടന ഓർഡർ ആയിട്ട് പഠിച്ചു വെച്ചാൽ ബാക്കി രണ്ടെണ്ണത്തിലെയും നാലെണ്ണം വീതം കിട്ടും. പ്രസന്റ് എന്നതിനെ സിമ്പിൾ പ്രസന്റ് എന്നാക്കുമ്പോൾ അവിടെ പാസ്റ്റില് സിമ്പിൾ പാസ്റ്റ്, ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ. പ്രസന്റില് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റില് പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റിൽ പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ പാസ്റ്റിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരും, ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് വരും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഈ നാലെണ്ണം മാത്രം പഠിച്ചാൽ ബാക്കി എല്ലാത്തിൻ്റെയും നാലെണ്ണം ഒരേ രീതിയിൽ കിട്ടും. ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും, സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഇവയ്ക്കൊക്കെ ഓരോ ഘടനയുണ്ട്. അതിനു മുന്നേ സബ്ജക്റ്റ് എന്താ എന്നറിയണം. സബ്ജക്റ്റ് ഐ, വി, യു, he, she, it, they. ഇവയെല്ലാം സബ്ജക്റ്റുകളാണ്. ഇവിടെ ഹീക്ക് പകരം പുരുഷന്റെ പേരും ഷീക്ക് പകരം സ്ത്രീയുടെ പേരും വരാവുന്നതാണ്. ഇനി ഐ, വി, യു, ദേ. ഇതില് ഐ, വി, യു, ദേ എന്നത് പ്ലൂരൽ സബ്ജക്റ്റുകളാണ്. ഹി, ഷീ, ഇറ്റ് എന്നത് സിംഗുലർ സബ്ജക്റ്റുകളാണ്. സിംഗുലർ സബ്ജക്റ്റുകളാണ്. അപ്പോ ഇതിൽ ഈ ടെൻസ് അനുസരിച്ച് സെന്റൻസ് എഴുതുമ്പോൾ ഐ, വി, യു, ദേ എന്ന സബ്ജക്റ്റിനനുസരിച്ച് പ്ലൂരൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഉപയോഗിക്കേണ്ട വെർബ് എന്നത് പ്ലൂരൽ വെർബ് ആയിരിക്കണം. ഹി, ഷീ, ഇറ്റ് എന്നത് സബ്ജക്റ്റ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം. ഇനി വെർബ് എന്ന് പറയുന്നത് ഈസ്, am, are, do, does, did, was, were, has, have, had. ഇതെല്ലാം ഓക്സിലറി വെർബുകളാണ്. ഈ ഓക്സിലറി വെർബുകളും ഈ നാമത്തിനോട് കൂടി അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനോട് കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഐ, വി, യു, ദേ എന്നത് പ്ലൂരൽ സബ്ജക്റ്റ് ആകുമ്പോൾ ഇതിലെ പ്ലൂരൽ വെർബ് ഏതാന്ന് തിരിച്ചറിയണം. ആർ, ഡു, ഹാവ്. ഇത് ഇത്രയും പ്രസന്റ് ടെൻസിലാണ് വരുന്നത്. ഈസ്, ആം, ആർ, ഹാസ്, ഡു, ഡസ്, ഹാവ്. ഇത് പ്രസന്റ് ടെൻസിലാണ് വരുന്നത് ഈ വെർബുകള്. അപ്പോൾ അതില് ഡു, ആറ്, ഹാവ് ഇവ പ്ലൂരൽ വെർബുകളാണ്. ഈസും ഹാസും ഡസും സിംഗുലർ വെർബുകളാണ്. അപ്പോൾ ഹി, ഷീ, ഇറ്റ് എന്നിവ വന്നാൽ സബ്ജക്റ്റ് ആയി വന്നാൽ ഇതിലെ ഈസ്, ഡസ്, ഹാസ് ഒക്കെയാണ് ഉപയോഗിക്കുക. ആം ഐയുടെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഐ, വി, യു, ദേ എന്നത് സബ്ജക്റ്റ് ആയി വന്നാൽ ഡു, ആറ്, ഹാവ് ഈ പ്ലൂരൽ വെർബുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് ഡിഡ്, വാസ്, വേർ, ഹാഡ് ഇവയെല്ലാം പാസ്റ്റിലേതാണ്. അപ്പോ ഇതില് പ്ലൂരൽ എന്നത് ഡിഡ്, വേർ, ഹാഡ് ഇവയെല്ലാം പ്ലൂരൽ വെർബുകളാണ്. അപ്പോ ഐ, വി, യു, ദേ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഡിഡ്, വേർ, ഹാഡ് എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിക്കാം. എന്നാൽ ഹി, ഷീ, ഇറ്റ് എന്നത് സിംഗുലർ ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ വാസ് എന്ന സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി
12 ടെൻസിലും വെർബ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഇപ്പോൾ ഐ റൈറ്റ് സിമ്പിൾ പ്രസന്റിൽ എഴുതുമ്പോൾ ഐ എന്ന സബ്ജക്റ്റും റൈറ്റ് എന്ന വെർബും എഴുതാം. അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ എഴുതുമ്പോൾ ഐ എന്ന സബ്ജക്റ്റും റൈറ്റ് എന്ന വെർബും എഴുതാം. ഈ റൈറ്റ് എന്നത് V1 ആണ്, അല്ലെങ്കിൽ ഡു ഫോം ആണ് എന്നും പറയാം. അപ്പോൾ റൈറ്റ് എന്നത് വെർബാണ്, എഴുതുക എന്നത് ക്രിയയാണ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ റൈറ്റ് എന്നത്, അതായത് റൈറ്റ് എന്നത് വെർബിന്റെ V1 ഫോം, ഒന്നാമത്തെ ഫോമാണ് ഡു ഫോമാണ് എന്നും പറയാം. അപ്പോൾ ഐ റൈറ്റ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒന്ന്. ഇനി രണ്ടാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഐ ആം റൈറ്റിംഗ്. ഇത് വെർബിന്റെ ING ഫോമാണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഐ ഹാവ് wrote. I have written. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഐ ഹാവ് റിട്ടൺ, ഐയുടെ കൂടെ പ്ലൂറൽ വെർബ് വി യു ദേ എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഐയുടെ കൂടെ പ്ലൂറൽ വെർബേ ഉപയോഗിക്കാൻ പാടൂ. ഐ ഹാവ് റിട്ടൺ എന്നതാണ്. ഇനി ING ഫോമിലാണ് ആം എന്നത്, ഐ ആം റൈറ്റിംഗ് എന്നത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. എന്നെഴുതാം. ഇവിടെ ഈ 4 മോഡല് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ ഫ്യൂച്ചറിലും എഴുതാം. സിമ്പിൾ പാസ്റ്റില് ഐ റോട്ട് എന്ന് പറയുമ്പോൾ ഡിഡിന്റെ രൂപമാണ്, അല്ലെങ്കിൽ V2 രൂപമാണ്. റോട്ട് എന്നത് വെർബാണ്. റിട്ടന്റെ രണ്ടാമത്തെ ഫോമാണ് റൈറ്റിന്റെ രണ്ടാമത്തെ ഫോമാണ് റോട്ട്. ആ റോട്ട് എന്നത് ഡിഡിന്റെ രൂപമാണ്. അതായത് ഡിഡ് പ്ലസ് റൈറ്റ് എന്നതാണ് റോട്ട് ആയി മാറുന്നത്. അപ്പോൾ വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ് റോട്ട് എന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ എഴുതുമ്പോൾ ഐ റോട്ട് എന്ന് എഴുതാം. ഈ രണ്ടാമത്തെ പാസ്റ്റ് കണ്ടിന്യൂസിൽ എഴുതുമ്പോൾ ഐ എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിലാണ് എഴുതുമ്പോൾ ഐ വാസ് റൈറ്റിംഗ്. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് വാസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാസ് റൈറ്റിംഗ്. മൂന്നാമത്തേത് പാസ്റ്റ് പെർഫെക്റ്റിലാകുമ്പോൾ ഐ ഹാഡ് written. നാലാമത്തെ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എന്നായി മാറും. ഇനി അതിനെ ഫ്യൂച്ചറിലേക്ക് മാറ്റുമ്പോൾ ഐ ഷാൾ റൈറ്റ്. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഐ ഷാൾ റൈറ്റ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ ഐ ഷാൾ ബി റൈറ്റിംഗ്. ഫ്യൂച്ചർ പെർഫെക്റ്റിലാവുമ്പോൾ ഐ ഷാൾ ഹാവ് റിട്ടൺ. നാലാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലാവുമ്പോൾ ഐ ഷാൾ
have been writing. I shall have been writing എന്നായി മാറും. ഇവിടെ ഷാളിന് പകരം വില്ലും ഉപയോഗിക്കാം. I will write, I will be writing, I shall have written, I will have written, I will have been writing എന്ന് എഴുതാം. അപ്പോൾ ഓരോന്നിലും 4 ടെൻസ്. പ്രസന്റിലെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഐ റൈറ്റ്, സബ്ജക്റ്റും V1 ഫോം അല്ലെങ്കിൽ ഡു ഫോം. അത് സിമ്പിൾ പാസ്റ്റിലാകുമ്പോൾ സബ്ജക്റ്റ് V2 ഫോം അല്ലെങ്കിൽ ഡിഡ് ഫോം. ഫ്യൂച്ചറിലാകുമ്പോൾ V1 ഫോം തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഷാൾ എന്ന മോഡൽ ഓക്സിലറി ഉണ്ട്. ഷാൾ വിൽ, ക്യാൻ, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, will, would, can, could, may, might ഇവയെല്ലാം മോഡൽ ഓക്സിലറി വെർബുകളാണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ വരുന്നത് മോഡൽ ഓക്സിലറി വെർബുകളാണ്. ഇവിടെ പ്രസന്റ് ടെൻസിൽ വരുന്നത് ഈസ്, ആം, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ്. ഇതെല്ലാം പ്രസന്റ് ടെൻസിലെ ഓക്സിലറി വെർബുകളാണ്. ഇനി വാസ്, were, did, had ഇവയെല്ലാം പാസ്റ്റ് ടെൻസിലെ ഓക്സിലറി വെർബാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ മോഡൽ ഓക്സിലറി ആണ് ഉപയോഗിക്കുന്നത്. പ്രസന്റിൽ ഈസ്, ആം, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ്. പാസ്റ്റില് വാസ്, വേർ, ഡിഡ്, ഹാഡ് ഇവയാണ് ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം ഈ ഓരോ 4 ഘട്ടത്തിലും ഓരോന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഐ, വി, യു, ദേ നേരത്തെ പറഞ്ഞ പോലെ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഈ സബ്ജക്റ്റുകൾക്ക് അനുസരിച്ചാണ് ഇതിലെ ഓരോ വെർബുകളും ഉപയോഗിക്കുന്നത്. ഐ, വി, യു, ദേ എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഇതിലെ പ്ലൂറൽ സബ്ജക്റ്റുകളായ ആറ്, ഡു, ഹാവ് ഉപയോഗിക്കാം പ്രസന്റില്. പാസ്റ്റിലാണെങ്കിൽ വേർ, ഡിഡ്, ഹാഡ് ഉപയോഗിക്കാം. ഇവിടെ ഇതാണ് പ്ലൂറൽ വെർബുകൾ. ഇതെല്ലാം സിംഗുലർ വെർബുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോ ടെൻസുകൾ ക്ലിയർ ആയിട്ട് നോക്കാം. സിമ്പിൾ പ്രസന്റ്, ആദ്യത്തെ ഒന്നാമത്തെ സിമ്പിൾ പ്രസന്റ് ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ അതിന്റെ ഘടന നോക്കാം. സബ്ജക്റ്റ്, പ്രസന്റ് ഫോം ഓഫ് ദ വെർബ്, ഒബ്ജക്റ്റ്. ഈ പ്രസന്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, അതിന്റെ കൂടെ V1 അല്ലെങ്കിൽ ഡു ഫോം, അതും അല്ലെങ്കിൽ ഡസ് ഫോം. ഇതാണ് ഈ സിമ്പിൾ പ്രസന്റിൽ വരുന്നത്. സബ്ജക്റ്റ് ഏതോ ആവാം, ആ സബ്ജക്റ്റിന്റെ കൂടെ V1 ഫോം. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1ന്റെ ഡു ഫോം ഉപയോഗിക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോം ഉപയോഗിക്കാം. അതിനുശേഷം ഒബ്ജക്റ്റ് വരും. ഇതാണ് പ്രസന്റ് ടെൻസിന്റെ മോഡല്. സബ്ജക്റ്റ് V1ൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡൂവും, സിംഗുലർ ആണെങ്കിൽ ഡസ് രൂപത്തിലാണ് വരിക. അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഷീ സിങ്സ് എ സോങ്. ഇവിടെ ഷീ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോ സിങ്സ് എന്നത് ഡസ് രൂപമാണ്. സിങ്സ് എന്നത് സിംഗുലർ വെർബാണ്. ഡസ് എന്നത് സിംഗുലർ വെർബാണ്. അതിനുശേഷം സോങ് എന്ന ഒബ്ജക്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന രൂപത്തിലാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇവിടെ ഷീ എന്നത് സിംഗുലർ ആയതുകൊണ്ട് സിങ്സ് എന്നത് ഡസ് പ്ലസ് സിങ് ആണ്. സിങ്സ് എന്നായി മാറിയിരിക്കുന്നത്. അതായത് ഡസ് എന്നത് സിംഗുലർ വെർബിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഡസ് പ്ലസ് സിങ് ആണ് സിങ്സ് ആയത്. അപ്പോ ഷീ എന്നത് സിംഗുലർ വെർബാണ്. ഷീ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്.
സിങ്സ് എന്നത് സിംഗുലർ വെർബാണ്, അതിനുശേഷം ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ മോഡലായി. ഇനി ദേ എന്നത് നേരത്തെ പറഞ്ഞു പ്ലൂറൽ ആണെന്നും ഡേയുടെ കൂടെ പ്ലൂറൽ വെർബേ ഉപയോഗിക്കാൻ പാടൂ. അതുകൊണ്ടാണ് ഇവിടെ സിങ് V1 രൂപം തന്നിരിക്കുന്നത്. സിങ് എന്നത് V1 രൂപമാണ്, അല്ലെങ്കിൽ ഡു രൂപമാണ്. ഈ ഡു എന്നത് പ്ലൂരലാണ്, അപ്പോൾ സിങ് എന്നത് പ്ലൂരലാണ്. ദേ എന്ന സബ്ജക്റ്റ് പ്ലൂരൽ ആയതുകൊണ്ട് സിങ് എന്ന വെർബ് പ്ലൂരലായി. അങ്ങനെ ദേ സിങ് എ സോങ് എന്നത്, എങ്കിലും ഇവിടെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന മോഡലിൽ അത് സിമ്പിൾ പ്രസന്റിന്റെ രീതിയാണ്. ഇനി സിമ്പിൾ പ്രസന്റ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ കാര്യം, അല്ലെങ്കിൽ എന്താ പറയാ, സത്യമായ കാര്യം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാറ്റം വരാത്തത്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സണ്ണ് കിഴക്കുദിക്കുന്നു എന്ന് പറയുമ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെ സൺ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. റൈസസ് എന്നത് ഡസ് പ്ലസ് റൈസ് ആണ്, റൈസസ് ആയത് ഡസ് പ്ലസ് റൈസ് ആണ്, റൈസസ് ആയത് സിംഗുലർ ആണ്. സണ്ണ് സിംഗുലർ ആയതുകൊണ്ട് റൈസ് എന്ന വെർബിനെ സിംഗുലർ ആക്കി റൈസസ് ആക്കി. അപ്പൊ ദ ഈസ്റ്റ് എന്നത് ഒബ്ജക്റ്റ് ആണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, അതിന്റെ കൂടെ സിമ്പിൾ പ്രസന്റിലെ പറയൂ. ഇനി ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറയുമ്പോൾ ദ എർത്ത് എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. റിവോൾവ്സ് ഡസ് പ്ലസ് റിവോൾവ് എന്നാണ് റിവോൾവ്സ് ആയി മാറിയിരിക്കുന്നത്, സിംഗുലർ വെർബ് ആക്കിയതാണ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിച്ചു അറൗണ്ട് ദ സൺ. ദ സൺ എന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, ഇത് യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സിന്റെ കൂടെ ദ എർത്ത് എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡസ് പ്ലസ് റിവോൾവ് എന്നത് റിവോൾവ്സ് ആയി. അങ്ങനെ അറൗണ്ട് ദ സൺ. ഇത് യൂണിവേഴ്സൽ ട്രൂത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി അടുത്തത് ഏത് സന്ദർഭത്തിലാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് നോക്കാം. ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻസ്. അതായത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരിക്കലും മാറ്റം വരുത്താത്ത കാര്യങ്ങളെ എപ്പോഴും പറയേണ്ടത്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളെ എപ്പോഴും പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അങ്ങനെ വരുമ്പോൾ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM. എല്ലാ ദിവസവും 5 മണിക്ക്, രാവിലെ 5 മണിക്ക് നീക്കും എന്നത് എല്ലാ ദിവസവും നടക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങൾ, ഹാബിച്വൽ ആക്ഷൻസ് ആയതുകൊണ്ട് അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറയാവൂ. ഗെറ്റ് എന്ന V1 രൂപമാണ് പ്ലൂറൽ. ഐ എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഗെറ്റ് എന്ന V1 രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഡു ഫോം ആണ്. ഗെറ്റ് ഡു ഫോം ആണ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM നിത്യവും നടക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ. ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. എപ്പോഴും സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണ്. അത് എന്നും നടക്കുന്നത്, സ്കൂളിലേക്ക് പോകുമ്പോഴെല്ലാം നടക്കുന്നത് ബസ്സിലെ യാത്രയാണ്. അത് സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇവിടെ ഷീ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഗോസ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ യൂഷ്വലി എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു ടൈമിംഗ് വേർഡാണ്. ഇനി അതുപോലെ കുറച്ച് ടൈമിംഗ് വേർഡുകളുണ്ട്. ആൾവേസ്, ഓഫൺ, യൂഷ്വലി, ജനറലി, റയർലി, റെഗുലർലി, ഒക്കേഷണലി, ഡെയിലി, നെവർ, സെൽഡം, ആനുവലി, എവരി ഡേ, എവരി മന്ത്, എവരി വീക്ക്, സെവറൽ ടൈംസ്. ഇവയെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. ഒരിക്കൽ കൂടി, ആൾവേസ്, ഓഫൺ, യൂഷ്വലി, ജനറലി, റെയർലി, റെഗുലർലി, ഒക്കേഷണലി, ഡെയിലി, നെവർ, സെൽഡം, ആനുവലി, എവരി ഡേ, മന്ത്, വീക്ക്, സെവറൽ ടൈംസ്. ഇവയെല്ലാം സിമ്പിൾ പ്രസന്റിന്റെ ടൈമിംഗ് വേർഡാണ്. അതായത് ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു സെന്റൻസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് ഉറപ്പിക്കാം. അപ്പൊ ഈ വാക്ക് കാണാതെ പഠിക്കണം. ഇതിലെ ഏതെങ്കിലും ഒന്നും ഒരു സെന്റൻസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഉദാഹരണത്തിന് ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഇവിടെ യൂഷ്വലി കണ്ടോ, ഈ യൂഷ്വലി ഉപയോഗിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഷീ എന്ന സബ്ജക്റ്റിന് ഗോസ് എന്ന സിംഗുലർ വെർബും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് സിംഗുലർ വെർബ് ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇനി ഹി ആൾവേസ് ഈസ് ബിസി, ഇവിടെ ആൾവേസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സബ്ജക്റ്റിന് ശേഷം ഇങ്ങനെ ടൈമിംഗ് വേർഡുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുകയും അതിനുശേഷം ഒരു ഓക്സിലറി വെർബ് തരികയും ചെയ്താൽ അത് തെറ്റാണ്. ഒരിക്കൽ കൂടി, സബ്ജക്റ്റിന് ശേഷം ടൈമിംഗ് വേർഡിലെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ആൾവേസ്, ഹി ആൾവേസ്, കണ്ടോ ഈ ആൾവേസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പകരം എങ്ങനെ ഉപയോഗിക്കണം? സബ്ജക്റ്റ് ഓക്സിലറി വെർബ് ആൾവേസ് ബിസി ഇങ്ങനെ വേണം. സബ്ജക്റ്റിന് ശേഷമാണ് ഈ ഓക്സിലറി വെർബ് വരേണ്ടത്. അതിന് ശേഷം മാത്രമേ എന്ത് ആൾവേസ് എന്ന് വരാൻ പാടൂ. അപ്പോൾ ആൾവേസ് എന്നല്ല, ഇതിൽ ഏത് ടൈമിംഗ് വേർഡ് ആയാലും ശരി, ഓക്സിലറി വെർബ് ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് സബ്ജക്റ്റിന് ശേഷമാണ് വരേണ്ടത്. അപ്പൊ സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വെർബും പിന്നെ ടൈമിംഗ് വേർഡും ആണെങ്കിൽ ഇതാണ് ശരി. ഹി ഈസ് ആൾവേസ് ബിസി ആണ് ശരി. ഇനി ഹി ആൾവേസ് റൈറ്റ്സ് ദ ടെസ്റ്റ് പേപ്പർ, ഇതും ശരിയാണ്. കാരണം ഇവിടെ നോക്കൂ, ഹീക്ക് ശേഷം ഓക്സിലറി വെർബ് തന്നിട്ടില്ല, എന്നിട്ടും ഇത് ശരിയാണ് പറയാൻ. കാരണം ഇവിടെ ഹി ആൾവേസ് റൈറ്റ്സ് ദ ടെസ്റ്റ് പേപ്പർ, ഇവിടെ എവിടെയെങ്കിലും ഓക്സിലറി വെർബ് ഉണ്ടോ? ഒന്നും കാണാനില്ല. അപ്പോൾ ഇങ്ങനെ ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകളിൽ ഹി സബ്ജക്റ്റിന് ശേഷം ആൾവേസ് ഉപയോഗിക്കാം. ഓക്സിലറി വെർബ് ഏതും ഇല്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ആൾവേസ് ഉപയോഗിക്കാം. ഇവിടെ റൈറ്റ്സ് എന്ന വെർബ് തന്നിട്ടുണ്ട്, അത് മെയിൻ വെർബാണ്, സിംഗുലർ ആണ്. ES ചേർന്നുകൊണ്ട് അത് സിംഗുലർ ആണ്. ഒരു വെർബിന്റെ V1 ഫോമിനോട് SO ESO ചേർന്നാൽ അത് സിംഗുലർ വെർബാകും. ഇവിടെ റൈറ്റ്സിന്റെ കൂടെ ES ചേർന്ന റൈറ്റ്സ് എന്ന S ചേർന്നിട്ട് റൈറ്റ്സ് എന്നായി മാറിയിട്ടുണ്ട്. ഇത് സിംഗുലർ വെർബാണ്. ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് റൈറ്റ്സ് എന്ന വെർബും സിംഗുലർ ആണ്. പക്ഷെ ഹീക്ക് ശേഷം ആൾവേസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സെന്റൻസിൽ വേറെ എവിടെയും ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ശരിയായത്. മറിച്ച് ഇവിടെ മേലെ നോക്കൂ, ഹി ആൾവേസ് ഈസ് ബിസി, ഇവിടെ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരേണ്ടത്. ഇവിടെ ഓക്സിലറി വെർബ് സെന്റൻസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ശരിയായത്. ഇവിടെ ഹി ഈസ് ആൾവേസ് ബിസി, സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വെർബും പിന്നെ ടൈമിംഗ് വേർഡും ആണ് തന്നിട്ടുള്ളത്, ശരിയാണ്. ഇനി അടുത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അടുത്ത നിയമം, ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ആക്ഷൻ ഓൾറെഡി പ്ലാൻഡ്, ഭാവിയിലെ ഏതെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ചാൽ അത് പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഭാവിയിലെ ഏതെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ചാൽ അത് പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. എക്സാമ്പിൾ, ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ദ USA നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം പ്രൈം മിനിസ്റ്റർ USA വിസിറ്റ് ചെയ്യും എന്നത് ഇപ്പോൾ തന്നെ തീരുമാനിച്ച കാര്യമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ്, അത് പക്ഷെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഇവിടെ ദ പ്രൈം മിനിസ്റ്റർ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ വിസിറ്റ്സ് എന്ന സിംഗുലർ വെർബ് ES ആണ് ചേർത്തിരിക്കുന്നത്. വിസിറ്റിനെ V1 ഫോമിനെ S ചേർത്ത് സിംഗുലർ ആക്കി. വിസിറ്റ്സ് എന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്, വെർബാണ് ഉപയോഗിച്ചത്. ദ പ്രൈം മിനിസ്റ്റർ എന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വിസിറ്റ്സ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. ദ USA നെക്സ്റ്റ് മന്ത്, ഇവിടെ ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ദ USA നെക്സ്റ്റ് മന്ത് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. സബ്ജക്റ്റ് വെർബിന്റെ SODS എന്ന സിംഗുലർ ആണ്. അടുത്തത്, ടു എക്സ്പ്രസ് പെർമനന്റ് സ്റ്റേറ്റ്, സ്ഥിരമായ കാര്യങ്ങൾ, എപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഉദാഹരണത്തിന്, ദ താജ്മഹൽ ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ യമുന, താജ്മഹൽ യമുനയുടെ തീരത്താണ് എന്നത് എപ്പോഴും ഉള്ള കാര്യമാണ്. യമുനയുടെ തീരത്തുനിന്ന് മാറ്റാനൊന്നും പറ്റില്ല, അത് സ്ഥിരമായ കാര്യമാണ്. അങ്ങനെയുള്ള പെർമനന്റ് കാര്യങ്ങൾ, സ്ഥിരമായ കാര്യങ്ങൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം പറയേണ്ടത്. The Taj Mahal is on the banks of the Yamuna, ഇവിടെ സിമ്പിൾ പ്രസന്റിലേക്ക് ആക്കാൻ ഈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കൊട്ടേഷൻ പ്രോവർബ്, ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊട്ടേഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം പറയേണ്ടത്. അതുപോലെ പ്രോവർബ് പറഞ്ഞ പഴഞ്ചൊല്ലുകൾ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം പറയേണ്ടത്. ഇനി കൊട്ടേഷൻ ഉദാഹരണം, ജോൺ കീറ്റ്സ് സേസ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, ഇവിടെ ജോൺ കീറ്റ്സ് സേസ് എന്നതാണ് സിമ്പിൾ പ്രസന്റ്. സേയുടെ കൂടെ സേ, സേസ്, സെഡ്, ഈ സെഡ് പാസ്റ്റ് ആണ്. ഇത് സേയും സേസും പ്രസന്റ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സേസ് എന്നത് സിമ്പിൾ പ്രസന്റ്, ഡസ് പ്ലസ് സേ സേസ്
സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്. ജോൺ കീറ്റ്സ് പറഞ്ഞത് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നത് കൊട്ടേഷൻസ് കൊടുത്തതാണ്. ഇനി ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നത് ഒരു പഴഞ്ചൊല്ല് പ്രോവർബാണ്. ഇവിടെ സെൽഡം എന്ന ടൈമിംഗ് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൽഡം എന്ന ടൈമിംഗ് വേർഡ് സിമ്പിൾ പ്രസന്റ് ടെൻസ് കാണിക്കാൻ സെൽഡം എന്ന ടൈമിംഗ് വേർഡാണ് പ്രോവർബിൽ ഉപയോഗിച്ചിരുന്നത് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റിന്. ഇനി ഓരോ തവണയും ഓരോ ടെൻസുകളെ കുറിച്ചിട്ട് പഠിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. ക്ലാസ്സുകൾ മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു.